നമസ്കാരം. 2024 കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലാണ് ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് തുടങ്ങിയത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തേത്. അടുത്ത ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. ലോക ബാങ്ക് അല്ലേ? ലോക ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? വാഷിങ്ടൺ DC ആണ് അല്ലേ? ലോക ബാങ്കിന്റെ ആസ്ഥാനം വാഷിങ്ടൺ DC ആണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടി അവിടെ ശ്രദ്ധിച്ചു വയ്ക്കണം. ലോക ബാങ്കിന്റെ നിലവിലെ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരാളാണ്. കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. അജയ് ബാങ്കയാണ് അല്ലേ? നിലവിൽ ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ഇന്ത്യൻ വംശജനായിട്ടുള്ള അജയ് ബാങ്കയാണ്. ഞാൻ പറയാൻ വരുന്ന കാര്യം മറ്റൊന്നാണ്. ലോക ബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ 2024 ഏപ്രിലിൽ അംഗമായ ഇന്ത്യക്കാരൻ, ലോക ബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ 2024 ഏപ്രിലിൽ അംഗമായ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ രാകേഷ് മോഹനാണ്. ആരാണ്? രാകേഷ് മോഹൻ. ആ പേര് പഠിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. NSG നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്, ദേശീയ സുരക്ഷാ സേന അല്ലെ? ദേശീയ സുരക്ഷാ സേന. ആ ദേശീയ സുരക്ഷാ സേനയുടെ ഡയറക്ടറായിട്ട് 2024 ഏപ്രിലിൽ നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ അത് നളിൻ പ്രഭാതാണ്. എന്താണ് പേര്? നളിൻ പ്രഭാത് അല്ലെ? അപ്പോൾ രാകേഷ് മോഹൻ എന്ന് പറയുന്നത് ലോക ബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമായിട്ടുള്ള ഇന്ത്യക്കാരനാണെങ്കിൽ നളിൻ പ്രഭാത് NSGയുടെ ഡയറക്ടറാണ്. നളിൻ പ്രഭാകർ NSGയുടെ ഡയറക്ടറാണ്. അതുപോലെ ശ്രദ്ധിക്കണം, നാവികസേനയുടെ മേധാവിയായിട്ട് 2024 ഏപ്രിലിൽ നിയമിക്കപ്പെട്ടത് ആരാണ്? നാവികസേനയുടെ മേധാവിയായിട്ട് 2024 ഏപ്രിലിൽ നിയമിക്കപ്പെട്ടത് ദിനേശ് കുമാർ ത്രിപാഠിയാണ്. പേരോർത്ത് വയ്ക്കണം, ദിനേശ് കുമാർ ത്രിപാഠി അല്ലെ? അപ്പോൾ ദിനേശ് കുമാർ ത്രിപാഠി ഏത് സേനയുടെ തലവനാണ് എന്ന് ചോദിച്ചാൽ നാവികസേനയുടെ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പേര് നൈമ ഖാത്തൂൻ. നൈമ ഖാത്തൂൻ നിങ്ങൾക്കറിയാം, അലിഗഡ് സർവകലാശാല അല്ലെ? വളരെ വലിയ പാരമ്പര്യമുള്ള ഒരു സർവകലാശാലയാണ് അലിഗഡ് സർവകലാശാല. അലിഗഡ് സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിത അതിൻ്റെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കപ്പെട്ടു. അലിഗഡ് സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിത അതിൻ്റെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കപ്പെട്ടു. ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് നൈമ ഖാത്തൂൻ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, നൈമ ഖാത്തൂൻ താഴെ തന്നിരിക്കുന്ന ഏത് സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറായിട്ടാണ് നിയമിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അലിഗഡ് ആണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പേര് ലിൻഡി കാമറൂൺ. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇയാള് ഇന്ത്യക്കാരിയല്ല. ലിൻഡി കാമറൂൺ ഒരു വനിതയാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറായിട്ട് നിയമിക്കപ്പെട്ട വനിത. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറായിട്ട് നിയമിക്കപ്പെട്ട വനിത. അതിലും ഒരു പ്രത്യേകതയുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിത ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറായിട്ട് നിയമിക്കപ്പെടുന്നത്. ആര് എന്ന് ചോദിച്ചാൽ ലിൻഡി കാമറൂൺ അല്ലെ? ചരിത്രത്തിൽ ആദ്യമായിട്ട് അലിഗഡ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടൊരു വനിത വരുന്നു. ആരാണ്? നൈമ ഖാത്തൂൻ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറായിട്ട് ഒരു വനിത വരുന്നു. ആരാണ്? ലിൻഡി കാമറൂൺ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. മുകേഷ് ദലാൽ. മുകേഷ് ദലാൽ എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രാധാന്യം അല്ലെ? ഇദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ
2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ വിജയിയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ വിജയിയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ, പൊതുവിൽ എല്ലാവരുടെയും തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ഒരു തീയതി ഉണ്ടല്ലോ, അതിനു മുമ്പ് തന്നെ വിജയിയായ വ്യക്തിയാണ് മുകേഷ് ദലാൽ. ഇദ്ദേഹം നോമിനേഷൻ കൊടുത്തത് ഗുജറാത്ത് സംസ്ഥാനത്തിലെ സൂററ്റ് ലോക്സഭാ മണ്ഡലത്തിലാണ്. സൂററ്റ് ലോക്സഭാ മണ്ഡലത്തിൽ വേറെയും ആൾക്കാർ എന്ത് കൊടുത്തിരുന്നു? പത്രിക കൊടുത്തിരുന്നു. പക്ഷെ പലരും പത്രിക പിൻവലിച്ചു, പലരുടെയും പത്രിക തള്ളിപ്പോയി. അങ്ങനെ വന്നപ്പോൾ ഒരാൾ മാത്രമേ തെരഞ്ഞെടുപ്പിൽ അവശേഷിച്ചുള്ളൂ. അതാരാണ്? മുകേഷ് ദലാൽ. അങ്ങനെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. എവിടെ നിന്നാണ്? ഗുജറാത്തിലെ സൂററ്റ് മണ്ഡലത്തിൽ നിന്ന്. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ വിജയി അല്ലെങ്കിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ നമുക്ക് മുകേഷ് ദലാലിൻ്റെ പേര് പറയാം. അപ്പം ഞാൻ കുറേ പേരുകളാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞു രാകേഷ് മോഹൻ, അല്ലെ? വേൾഡ് ബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമായ ഇന്ത്യക്കാരനാണ് രാകേഷ് മോഹൻ എന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് NSGയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ട ആളാണ് നളിൻ പ്രഭാത് എന്ന് പറഞ്ഞു. നാവികസേനയുടെ മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടയാളാണ് ദിനേശ് കുമാർ ത്രിപാഠി എന്ന് പറഞ്ഞു. അതുപോലെ അലിഗഡ് സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായിട്ട് നിയമിക്കപ്പെട്ടതാണ് നൈമ ഖാത്തൂൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറാണ് ലിൻഡി കാമറൂൺ എന്ന് പറഞ്ഞു. അതുപോലെ മുകേഷ് ദലാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൂററ്റ് മണ്ഡലത്തിൽ നിന്നും ആദ്യമായിട്ട് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം കുറേ പേരുകളാണ്, അല്ലേ? ഇവിടെ ഇപ്പോൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യവുമില്ല. ഇത് നിങ്ങൾ ഓർമ്മയിൽ നിർത്തിയാലേ പറ്റത്തുള്ളൂ. കേൾക്കാൻ എളുപ്പമാണ്, പറഞ്ഞപ്പോൾ പെട്ടെന്ന് തീർന്നു, പക്ഷേ പേരുകൾ മനസ്സിൽ നിന്ന് പോകും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ വലിയ ആശയങ്ങളൊന്നുമില്ല. ഇവിടെ വേണ്ടത് ഓർമ്മയാണ്. ആ ഓർമ്മ കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്തേ പറ്റൂ, നിങ്ങൾ ആവർത്തിച്ച് ഈ കാര്യങ്ങൾ നോക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കമ്പൈൻ സ്റ്റഡിയൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് വായിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തി മുമ്പോട്ട് പോകണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നോ യുവർ കാൻഡിഡേറ്റ് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് നോ യുവർ കാൻഡിഡേറ്റ്, അല്ലേ? മൊബൈൽ ആപ്ലിക്കേഷൻ നോ യുവർ കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് നോ യുവർ കാൻഡിഡേറ്റ്, അല്ലേ? എന്താണ് ഈ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയതിന് പിന്നിലുള്ള ചേതോ വികാരം എന്ന് ചോദിച്ചാൽ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം സമ്മതിദായകർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്നതിലൂടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യം വച്ചത്, അല്ലേ? തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പേര് മത്സരിക്കും, അവരുടെ ക്രിമിനൽ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ അതിന് ഉപകരിക്കത്തക്ക വിധത്തിലാണ് നോ യുവർ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആര് പുറത്തിറക്കിയത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയത്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ദൗത്യത്തിലോട്ട് വരാം. കടൽ കൊള്ളക്കാരിൽ നിന്നും കപ്പലുകൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാവികസേന നടപ്പിലാക്കി വരുന്ന ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ സങ്കൽപ്പ്. എന്താണ് ഓപ്പറേഷൻ സങ്കൽപ്പ്? വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കടൽ കൊള്ളക്കാരിൽ നിന്ന് കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാവികസേന ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്ന ഒരു ദൗത്യമാണ് ഓപ്പറേഷൻ സങ്കൽപ്പ്. നിങ്ങൾ പത്രം വായിക്കുമ്പോൾ വാർത്തകൾ കേൾക്കുമ്പോൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പല കപ്പലുകളും ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ, അല്ലേ? അത്തരം കപ്പലുകൾക്ക് ഇന്ത്യൻ നാവികസേന സംരക്ഷണം ഒരുക്കിയ വാർത്തകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് കപ്പലുകളെ കടൽ കൊള്ളക്കാരിൽ നിന്ന് മോചിപ്പിച്ച ചരിത്രമൊക്കെ ഇന്ത്യൻ നാവികസേനയ്ക്കുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ നാവികസേന നടപ്പിലാക്കി വരുന്ന ദൗത്യമാണ് ഏത്? ഓപ്പറേഷൻ സങ്കൽപ്പ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. ദോസ്തി 16. ദോസ്തി 16 ഒരു സംയുക്ത സൈനിക അഭ്യാസം എന്നൊക്കെ നമുക്ക് പറയാം.
പക്ഷേ ഈ സംയുക്ത സൈനിക അഭ്യാസം ഏത് സേനയുടേതാണ്? കോസ്റ്റ് ഗാർഡിൻ്റെ സംയുക്ത സൈനിക അഭ്യാസമാണ്. തീര സംരക്ഷണ സേന, അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഗാർഡുകളുടെ തീര സംരക്ഷണ സേനകളുടെ സംയുക്ത സൈനിക അഭ്യാസത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ദോസ്തി 16. അപ്പോൾ ഈ പറഞ്ഞ സംയുക്ത സൈനിക അഭ്യാസം തീര സംരക്ഷണ സേനയുടെ ദോസ്തി 16 എന്ന് പറയുന്ന സംയുക്ത സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് ഏതൊക്കെ രാജ്യത്തെ തീര സംരക്ഷണ സേനകളാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യ ഉണ്ടാവും. അതിന് പുറമെ ശ്രീലങ്ക, മാലദ്വീപ് എന്നീ രാജ്യങ്ങളുടെ തീര സംരക്ഷണ സേനകളുടെ സംയുക്ത സൈനിക അഭ്യാസമാണ് ഏത്? ദോസ്തി 16. ദോസ്തി 16. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി അവിടെ ഓർത്തോണം. ഓപ്പറേഷൻ ദോസ്തി അല്ലെങ്കിൽ ഓപ്പറേഷൻ ദോസ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് തുർക്കിയിൽ ഭൂകമ്പത്തിൽ പെട്ടുപോയ ആൾക്കാരെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെരച്ചിലിന് വേണ്ടിയിട്ട് ഇന്ത്യ തുർക്കിയെ സഹായിച്ചു കൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിന് കൊടുത്തിരുന്ന പേരാണ് ഓപ്പറേഷൻ ദോസ്തി, അല്ലേ? തുർക്കിയിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ അകപ്പെട്ടു പോയവരെ തിരിച്ചെടുക്കുന്നതിനും കണ്ടെത്തുന്നതിനും തെരച്ചിലിനും വേണ്ടിയിട്ട് ഇന്ത്യ തുർക്കിയെ സഹായിച്ചിരുന്നു. അപ്പോൾ ആ ദൗത്യത്തിന് കൊടുത്തിരുന്ന പേരാണ് ഓപ്പറേഷൻ ദോസ്ത്. ഇതിപ്പോൾ ദോസ്തി 16 എന്നാണ്. ഇത് കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ്. 3 രാജ്യങ്ങളാണ് അതിൽ പങ്കെടുക്കുന്നത്: ഇന്ത്യ, ശ്രീലങ്ക, മാലദ്വീപ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു സൈനിക അഭ്യാസം ഡസ്റ്റ് ലേക്ക്. എന്താണ് ഡസ്റ്റ് ലേക്ക്? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിനാണ് ഡസ്റ്റ് ലേക്ക് എന്ന പേര് നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഡസ്റ്റ് ലേക്ക്. ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2024 ഏപ്രിൽ 13 ആയപ്പോഴേക്കും ഇന്ത്യൻ സൈന്യം പണ്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ 40ാമത് വാർഷികമായി. 2024 ഏപ്രിൽ 13 ആയപ്പോഴേക്കും ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷൻ്റെ ദൗത്യത്തിൻ്റെ 40ാം വാർഷികമാകുന്നു. ഏതാണ് ആ ദൗത്യം എന്ന് ചോദിച്ചാൽ ആ ദൗത്യമാണ് ഓപ്പറേഷൻ മേഘദൂത്. നിങ്ങൾക്കറിയാമോ ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്ന സൈനിക ദൗത്യം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സിയാച്ചിൻ മലനിരകളിൽ ഇന്ത്യക്ക് ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യമായിരുന്നു. സിയാച്ചിൻ, അല്ലെ, വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു യുദ്ധഭൂമിയാണ് സിയാച്ചിൻ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ സിയാച്ചിനിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ മേഘദൂത്. അത് ഏത് വർഷമാണ്? 1984 ഏപ്രിൽ 13 ആ സമയത്ത് പ്രധാനമന്ത്രി ആര് എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. 1984 ഏപ്രിലാണ്. ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഓപ്പറേഷൻ മേഘദൂത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. സിയാച്ചിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സിയാച്ചിനിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ മേഘദൂത്. അപ്പോൾ 2024 ഏപ്രിൽ 13 ഏത് സൈനിക ദൗത്യത്തിൻ്റെ 40ാം വാർഷികമാണ് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ മേഘദൂത്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാന ഭാഗത്തോട്ട് വരാം. നമുക്കറിയാം ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോയ ഇന്ത്യക്കാരൻ, അല്ലേ? ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോയ ഇന്ത്യക്കാരൻ ആരെന്ന് നമുക്കറിയാം. രാകേഷ് ശർമ്മയാണ്, അല്ലേ? നമ്മുടെ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട്, രാജ്യത്തിൻ്റെ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയത്. അതേസമയം ബഹിരാകാശത്ത് എത്തിയ ആദ്യ ടൂറിസ്റ്റ് ആര് എന്ന് ചോദിച്ചാലോ? ബഹിരാകാശത്തെത്തിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി, ബഹിരാകാശ ടൂറിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വേറെയാണ്. ഗോപിചന്ദ് തോട്ടക്കുറ. 2024 ഏപ്രിലിൽ അദ്ദേഹം ഈ പറഞ്ഞ ഒരു ബഹിരാകാശ സഞ്ചാരിയായിട്ട് ബഹിരാകാശത്തെത്തി, ഒരു ടൂറിസ്റ്റ് ആയിട്ട് ബഹിരാകാശത്ത് പോയി വന്നു. അപ്പോൾ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ടൂറിസ്റ്റ്, ഇന്ത്യൻ ടൂറിസ്റ്റ് ആര് എന്ന് ചോദിച്ചാൽ അത് ഗോപിചന്ദ് തോട്ടക്കുറയാണ്. ആന്ധ്ര സ്വദേശിയാണ്. ഒരു അമേരിക്കൻ കമ്പനി, ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി, അവരുടെ ഒരു ദൗത്യം, ആ
അതിൻ്റെ ഭാഗമായിട്ട് ബഹിരാകാശത്ത് ടൂറിസ്റ്റായിട്ട് ആര് പോയിട്ട് വന്നു? ഗോപിചന്ദ് തോട്ടക്കുറ പോയിട്ട് വന്നു അല്ലേ. അപ്പോൾ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ഗോപിചന്ദ് തോട്ടക്കുറയുടെ പേര് പറയാം. പക്ഷേ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ ടൂറിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഏതാണ്? ഗോപിചന്ദ് തോട്ടക്കുറ. അപ്പം അത് മാറിപ്പോവാതെ നോക്കണം. ഇപ്പോൾ കൽപ്പന ചൗളയൊക്കെ പോയിട്ടുണ്ട് അല്ലേ, അവർ ഇന്ത്യക്കാരിയല്ല, ഇന്ത്യൻ വംശജയാണ്. അപ്പോൾ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അത് യാതൊരു സംശയമില്ല 1984 ആരാണ്? രാകേഷ് ശർമ്മയാണ്. പക്ഷേ ഇപ്പോൾ 40 കൊല്ലം കഴിയുമ്പോൾ ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ ടൂറിസ്റ്റായിട്ട് ബഹിരാകാശത്ത് പോയിട്ട് വന്നു. അപ്പോൾ ആദ്യത്തെ ഇന്ത്യക്കാരനായ ബഹിരാകാശ ടൂറിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ ഗോപിചന്ദ് തോട്ടക്കുറയാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ഹരിത നോബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ് അല്ലേ? നമുക്ക് നോബൽ പുരസ്കാരം അറിയാം. നോബൽ പുരസ്കാരം ഏതൊക്കെ മേഖലയിൽ നൽകുന്നു എന്നറിയാം അല്ലേ. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതെന്ന് ചോദിച്ചാൽ ഗോൾഡ് മാൻ പരിസ്ഥിതി പുരസ്കാരമാണ്. മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഗോൾഡ് മാൻ പരിസ്ഥിതി പുരസ്കാരം. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പുരസ്കാരമാണ്. ഏത്? ഗോൾഡ് മാൻ പരിസ്ഥിതി പുരസ്കാരം. 2024 ഗോൾഡ് മാൻ പരിസ്ഥിതി പുരസ്കാരം ഒരു ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകന് ലഭിച്ചു. ആർക്ക് എന്നുള്ളത് നല്ല ചോദ്യമാണ്. അലോക് ശുക്ലയ്ക്കാണ് 2024 ഗോൾഡ് മാൻ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2024 ഗോൾഡ് മാൻ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആരെന്ന് ചോദിച്ചാൽ അലോക് ശുക്ലയാണ്. ഛത്തീസ്ഗഡിലുള്ള പരിസ്ഥിതി പ്രവർത്തകനാണ് അലോക് ശുക്ല. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. ഏപ്രിൽ 22 നിങ്ങൾക്കറിയാം, ഏപ്രിൽ 22 ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നു അല്ലെ. ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 22. 2024 ഭൗമ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2024 ഭൗമ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ പ്ലാനറ്റ്സ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നുള്ളതാണ്. പ്ലാനറ്റ്സ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നുള്ളതാണ് അല്ലേ. പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ എന്താണ് അപകട സാധ്യത അത് എത്രമാത്രമാണെന്ന് വിളിച്ചോതുന്ന ഒരു പ്രമേയമാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, 2024 ഭൗമ ദിനത്തിൻ്റെ പ്രമേയം പ്ലാനറ്റ്സ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. ഞാൻ ഇപ്പോഴും പറഞ്ഞതേ ഉള്ളൂ പ്ലാസ്റ്റിക്കിൻ്റെ അപകട ഭീഷണി അല്ലേ. പ്ലാസ്റ്റിക് ലോകത്തുണ്ടാക്കുന്ന അപകട ഭീഷണി. വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക്സിനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സുസ്ഥിര ഹൈഡ്രോജൽ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഏതാണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വെള്ളത്തിലൊക്കെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകളെ വേർതിരിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സുസ്ഥിര ഹൈഡ്രോജൽ വികസിപ്പിച്ചെടുത്ത ഗവേഷണ സ്ഥാപനം, ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ബാംഗ്ലൂരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ആസ്ഥാനം. അപ്പോൾ വെള്ളത്തിലൊക്കെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്കിനെ നീക്കം ചെയ്യുന്നതിനായിട്ട് ഒരു സുസ്ഥിര ഹൈഡ്രോജൽ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ഓർത്ത് വയ്ക്കണം. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ കാര്യം പറയുമ്പോൾ 2024 കറണ്ട് അഫയേഴ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അർബുദ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് ആൻറ്റിബോഡികൾക്കുള്ള പങ്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അർബുദ രോഗത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ആൻറ്റിബോഡികൾ കുറഞ്ഞു പോകുമ്പോൾ അർബുദ രോഗം തീവ്രമാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അർബുദത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് കൃത്രിമ ആൻറ്റിജനുകൾ അല്ലേ. അപ്പോൾ ആൻറ്റിബോഡികളുടെ ഉൽപ്പാദനത്തിനെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൃത്രിമ ആൻറ്റിജൻ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് അല്ലേ. അർബുദ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആൻറ്റിബോഡികൾ, ആ ആൻറ്റിബോഡികളുടെ ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്തുന്നതിനുള്ള കൃത്രിമ ആൻറ്റിജൻ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്, ബാംഗ്ലൂർ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക.
ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. 5200 വർഷം പഴക്കമുള്ള ഹാരപ്പൻ അധിവാസ മേഖല ഈ അടുത്ത കാലത്തായിട്ട് ഗവേഷകർ ഒരു സംസ്ഥാനത്ത് കണ്ടെത്തി. 5200 വർഷത്തോളം പഴക്കമുള്ള ഹാരപ്പൻ അധിവാസ മേഖല, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഹാരപ്പൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം, കൊച്ചു ക്ലാസ്സിൽ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വളരെ പഴക്കമുള്ള ഒരു സംസ്കാരമാണ്, അല്ലേ? അപ്പോൾ 5200 വർഷത്തോളം പഴക്കമുള്ള ഹാരപ്പൻ അധിവാസ മേഖല ഈ അടുത്ത കാലത്തായിട്ട് ഗവേഷകർ കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ്, എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്, ഗുജറാത്തിലെ കച്ചിലാണ്. 5200 വർഷത്തോളം പഴക്കമുള്ള ഹാരപ്പൻ അധിവാസ കേന്ദ്രം ഈ അടുത്ത കാലത്തായിട്ട് ഗവേഷകർ കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. സ്ഥലം ഏതാണ്? കച്ചിലാണ്. ഇവിടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പറഞ്ഞ കാര്യത്തിനകത്ത് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പറഞ്ഞ പരിവേഷണത്തിന് ഒരുപാട് ഈ പറഞ്ഞ സംഘങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിന് നേതൃത്വം കൊടുത്തത് കേരള സർവകലാശാലയിലെ ഗവേഷകരാണ്. ഈ പരിവേഷണത്തിൽ, അതായത് ഈ പറഞ്ഞ പുതിയ ഹാരപ്പൻ അധിവാസ മേഖല കണ്ടെത്തിയ ഈ പരിവേഷണ സംഘത്തിന് നേതൃത്വം കൊടുത്തത് കേരള സർവകലാശാലയിലെ ഗവേഷകരാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. ചരിത്രഭാഗം ഉണ്ടല്ലോ നമുക്ക് സിലബസിൽ, അവിടെ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ഇനി അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു പാമ്പിൻ്റെ ഫോസിൽ, ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള പാമ്പിൻ്റെ ഫോസിലുകളിൽ ഏറ്റവും വലിയ ഒരു പാമ്പിൻ്റെ ഫോസിൽ ഗവേഷകർ കണ്ടെത്തി. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു പാമ്പിൻ്റെ ഫോസിൽ ഈ അടുത്ത കാലത്തായിട്ട് ഗവേഷകർ കണ്ടെത്തി. ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം ഇത് തന്നെയാണ്, കച്ചിലാണ്, ഗുജറാത്തിലാണ്. അപ്പോൾ ഹാരപ്പൻ അധിവാസ മേഖല, 5200 വർഷത്തോളം പഴക്കമുള്ള ഹാരപ്പൻ അധിവാസ മേഖല ഗവേഷകർ കണ്ടെത്തിയതും ഗുജറാത്തിലെ കച്ചിലാണ്. ഏറ്റവും വലിയ പാമ്പിൻ്റെ ഫോസിൽ ഈ അടുത്ത കാലത്തായിട്ട് ഗവേഷകർ കണ്ടെത്തിയതും എവിടെ തന്നെയാണ്? ഗുജറാത്തിലെ കച്ചിലാണ്. ഈ വലിയ പാമ്പിൻ്റെ ഫോസിലിന് കൊടുത്തിരിക്കുന്ന പേര് കൂടി ശ്രദ്ധിച്ചു വെക്കുക, വാസുകി ഇൻഡിക്കസ്. വാസുകി ഇൻഡിക്കസ്, അല്ലെ? നമ്മുടെ പുരാണങ്ങളിലും അതുപോലെ ഇതിഹാസത്തിലുമൊക്കെ പരാമർശിക്കുന്ന ഒരു പാമ്പുണ്ട്, വാസുകി. അതിൻ്റെ പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. വാസുകി ഇൻഡിക്കസ് ആണ് ഈ പറഞ്ഞ ഫോസിലിന് നൽകിയിരിക്കുന്ന പേര്. ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ്, ഏതാണ്ട് 2000 വർഷത്തോളം പഴക്കമുള്ള ചേര രാജാക്കന്മാരുടെ കാലത്തെ നാണയം ഈ അടുത്ത കാലത്ത് ഒരു രാജ്യത്ത് നിന്ന് കണ്ടെത്തി. നമുക്കറിയാം, ചേര രാജവംശം, ചോള രാജവംശം, പാണ്ഡ്യ രാജവംശം, പഴയ തമിഴകം ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട രാജവംശങ്ങളാണിത് എന്ന് നമുക്കറിയാം. ഈ രാജവംശങ്ങൾക്കെല്ലാം അന്യരാജ്യങ്ങളുമായിട്ട് എന്തുണ്ട്? വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. കടൽ കടന്നുള്ള വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം, അല്ലേ? ഇപ്പോൾ ഇവിടെ ഈ അടുത്ത കാലത്തായിട്ട് 2000-ഓളം വർഷം പഴക്കമുള്ള ചേര രാജാക്കന്മാരുടെ നാണയം ഒരു രാജ്യത്ത് നിന്ന് കണ്ടെത്തി. ഏത് രാജ്യത്ത് നിന്ന് എന്ന് ചോദിച്ചാൽ അത് ഏത് രാജ്യമാണ്? ഈജിപ്റ്റ് ആണ്. ഏതാണ്? ഈജിപ്റ്റ്. അപ്പോൾ 2000-ഓളം വർഷം പഴക്കമുള്ള ചേര രാജാക്കന്മാരുടെ കാലത്തെ നാണയം ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ് എന്ന് ചോദിച്ചാൽ ഈജിപ്തിൽ നിന്നാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. ആധാർശില. ആധാർശില എന്താണ്? ആധാർശില ഒരു പാഠ്യ പദ്ധതിയാണ്, കരിക്കുലം, ഒരു പാഠ്യ പദ്ധതി. പക്ഷേ ഈ പാഠ്യ പദ്ധതി 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പാഠ്യ പദ്ധതിയാണ്. കേന്ദ്ര വനിതാ ശിശു മന്ത്രാലയം ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പാഠ്യ പദ്ധതിയാണ്. അപ്പോൾ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പഠനത്തിനായിട്ട് കേന്ദ്ര വനിതാ ശിശു മന്ത്രാലയം ആവിഷ്കരിച്ചിട്ടുള്ള പാഠ്യ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേരെന്ത് എന്ന് ചോദിച്ചാൽ ആധാർശിലയാണ്, അല്ലേ? അപ്പോൾ അവിടെ പ്രായം ശ്രദ്ധിച്ചു വെക്കണം. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പഠനത്തിനായിട്ട്, അല്ലെ, കേന്ദ്ര വനിതാ ശിശു മന്ത്രാലയം ആവിഷ്കരിച്ചിട്ടുള്ള പാഠ്യ പദ്ധതിയാണ് ആധാർശില.
ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം. 6 വയസ്സ് കഴിഞ്ഞാലേ 1-ാം ക്ലാസ്സിൽ ചേർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഈ കുട്ടികൾ എവിടെയാണ്? അങ്കണവാടികളിലാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്കണവാടികളിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പാഠ്യപദ്ധതിയാണ് ആധാർശില. കേന്ദ്ര വനിതാ ശിശു മന്ത്രാലയം 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പഠനത്തിന് അങ്കണവാടികളിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പാഠ്യപദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഏത്? ആധാർശില. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഗണിതത്തിലെ ശേഷി, വായിക്കുന്നതിലെ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ആധാർശില എന്ന പാഠ്യപദ്ധതിയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കണം, ആധാർശില. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇന്ത്യയുടെ സൂപ്പർ സോണിക് മിസൈലാണ് ഏത്? ബ്രഹ്മോസ്, അല്ലേ? ഇന്ത്യയുടെ സൂപ്പർ സോണിക് മിസൈലാണ് ബ്രഹ്മോസ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുത്ത സൂപ്പർ സോണിക് മിസൈലാണ് ബ്രഹ്മോസ്, അല്ലെ? ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നമ്മുടെ നദി, മോസ്കോ എന്ന് പറയുന്ന റഷ്യൻ നദി, അതിൻ്റെ രണ്ടിൻ്റെയും പേരുകൾ സമന്വയിപ്പിച്ചാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. ഏത്? ബ്രഹ്മോസ് എന്നുള്ള പേര്, അല്ലേ? ഈ അടുത്ത കാലത്ത് ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ മറ്റൊരു രാജ്യത്തിന് നൽകുകയുണ്ടായി. 2024 ഏപ്രിലിൽ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ മറ്റൊരു രാജ്യത്തിന് നൽകി. രാഷ്ട്രീയമായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. ഏത് രാജ്യത്തിനാണ് നൽകിയത് എന്ന് ചോദിച്ചാൽ ഫിലിപ്പൈൻസിനാണ്. ഏത് രാജ്യത്തിനാണ്? ഫിലിപ്പൈൻസിനാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വയ്ക്കണം. അപ്പോൾ 2024 ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു വരുന്നത്. ഇത് പൂർണ്ണമായില്ല. അടുത്ത ക്ലാസ്സോടുകൂടി ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് പൂർത്തിയാക്കാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സുകളൊക്കെ സ്ഥിരമായിട്ട് കണ്ട് നോട്ട് എഴുതി വായിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ആവർത്തിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. പേരുകളെല്ലാം മനസ്സിൽ ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.